ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല നടത്തിയ പ്രതി അഫാന്റെ കുടുംബ വീടാണ്. ഈ വീട്ടിൽ വെച്ചാണ് അഫാൻ തൻ്റെ ഉമ്മയെയും കാമുകിയെയും കുഞ്ഞനുജനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതും കാമുകിയും കുഞ്ഞനുജനും കൊല്ലപ്പെടുകയും ചെയ്തത്. മാതാവ് ഷെമി അത്ഭുതകരമായി ഈ കൊലപാതക പരമ്പരയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ വീടിപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. പോലീസ് ആദ്യ ദിവസം തന്നെ കെട്ടിയ റെഡ് റിബൺ നിങ്ങൾക്ക് കാണാം. ആ വീടിൻ്റെ ഉമ്മറത്ത് 2 ചെയറുണ്ട്, ഒരു ക്രിക്കറ്റ് ബാറ്റും ഉണ്ട്. പുറത്ത് ഒരു പ്ലാസ്റ്റിക് ചെയർ കിടപ്പുണ്ട്. അതുപോലെ ഉമ്മറത്ത് കുറച്ച് തുണി കൂട്ടിയിട്ടിട്ടുണ്ട്. വീട് അടഞ്ഞു കിടക്കുന്നത് വീട്ടുകാർ ഈ വീട്ടിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും പോലീസിൻ്റെ അന്വേഷണം പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല എന്നുള്ളതും കൊണ്ടുമാണ്. വീടിൻ്റെ ഗേറ്റും അടഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ലോക്ക് ഇട്ടിട്ടുമുണ്ട്. ആർക്കും അകത്തേക്ക് കയറാനും കഴിയാത്ത സ്ഥിതിയാണ്. ഈ വീടിൻ്റെ മുൻവശത്ത് നിന്നാണ് ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം തേമ്പാമൂട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും കേരള പെൻഷനേഴ്സ് സ്റ്റേറ്റ് സർവീസ് വാമനപുരം നിയോജക മണ്ഡലം പ്രസിഡന്റും KPCC വിചാർ വിഭാഗം വാമനപുരം ചെയർമാനും ഈ സംഭവം നടന്ന പേരുമലയിലെ വളരെ പ്രഗത്ഭനായ പൊതുകാര്യ പ്രവർത്തകനുമായ ജഹ്ഫർ ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ കുടുംബത്തെക്കുറിച്ച് അടുത്തറിയുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഈ സംഭവം നമുക്ക് കേൾക്കാം. ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഞങ്ങൾ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ഈ പഞ്ചായത്തിന് ഹെഡ് എന്നുള്ള നിലയിൽ തേമ്പാമൂട്ടിൽ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നതുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി തേമ്പാമൂട്ട് വൈകുന്നേരം നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഫോണുകളിലേക്ക് ഒത്തിരി ഫോൺ കോൾ വരുന്നു. വെഞ്ഞാറമൂട്ടിൽ നിന്ന് പോലീസും ആംബുലൻസുകളും ഈ കിഴക്കേ റോഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും തേമ്പാമൂട് വഴി കടന്നുപോയില്ല. അല്പസമയങ്ങൾ കൂടി കഴിയുമ്പോൾ പേരുമല അവിടെ ഒരു മകൻ വീട്ടിലെ ആരെയൊക്കെയോ ഉപദ്രവിച്ചിരിക്കുന്നു, ആ മകൻ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത കിട്ടുന്നത്. ഞങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കാൻ നേരത്തെ അവ്യക്തമായ അഭിപ്രായങ്ങളായിരുന്നു ആ സമയങ്ങളിൽ കിട്ടിയത്. വളരെ വേഗം ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾ അവിടെ കൂടിയ ഒത്തിരി ആളുകളും പ്രവർത്തകരുമൊക്കെ പേരുമലയിലേക്ക് എത്തിയപ്പോൾ അവിടെ ആംബുലൻസുകളും പോലീസും ആൾക്കൂട്ടവുമായി നിൽക്കുന്നു. ഞങ്ങൾ ആ വിവരം അന്വേഷിച്ചു. അപ്പോൾ ആ വീട്ടിനകത്ത് 3 ബോഡികൾ പുറത്തുപോയി. അതിൽ ഒരു ബോഡി മരണപ്പെട്ടിട്ടില്ല, എമർജൻസി ഗോകുലത്തിലാണ്. മറ്റ് 2 പേർ മരണപ്പെട്ടു. അപ്പോൾ മറ്റൊരു വാർത്ത കൂടി കിട്ടി. തൊട്ടടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ SN പുരത്ത് 2 പേരെ കൂടി ഉപദ്രവിച്ചിട്ടുണ്ട്, അവരും മരണപ്പെട്ട് കാണാനാണ് സാധ്യത എന്ന വാർത്ത. അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഒരു വാർത്ത കൂടെ വന്നു. അങ്ങ് പാങ്ങോട് ഒരു വയസ്സായ ഒരു ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് വാർത്തയും കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു അത് കൊലപാതകമാണ്. ഞങ്ങൾ വളരെ വേഗം, അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെയും നിയോജകമണ്ഡലത്തിലെയും ജില്ലയിലേക്ക് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ വളരെ വേഗം ഞങ്ങൾ ഗോകുലത്തിലേക്ക് എത്തുന്നു. ഗോകുലം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിക്കുന്നു. കാഷ്വാലിറ്റിയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് 3 ബോഡികളാണ്. ആദ്യം കൊച്ചുമോൻ്റെ ബോഡി, രണ്ടാമത് ആ പെൺകുട്ടിയുടെ ബോഡി, പിന്നെ ഷെമി എന്ന് പറയുന്ന കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. പുറത്ത് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളും ഈ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിഫോൺ ചെയ്തു. ആ പെൺകുട്ടി ആ സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തായാലും 5 പേര് മരണപ്പെട്ടതായി അനൗദ്യോഗികമായി സ്ഥിരീകരണം വന്നു. ഔദ്യോഗിക സ്ഥിരീകരണം പോലീസാണ് അപ്പോൾ നടത്തേണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഷെമി എന്ന് പറയുന്ന പെൺകുട്ടി എന്തായാലും മരണപ്പെട്ടിട്ടില്ല, ആ കുട്ടി ജീവനോടെ ഉണ്ട്, വളരെ അത്യാസന്ന നിലയിലാണ്. വളരെ വേഗം ആ കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ജോലിയിൽ ഡോക്ടർമാർ ഇടപെട്ടിരിക്കുകയാണ്. ഞങ്ങളും പറഞ്ഞു വളരെ വേഗം ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കണം, ഒരാൾ ജീവിച്ചിരുന്നാൽ അത്രയും നല്ലതാണല്ലോ.
പിന്നെ ആണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഗോകുലത്തിലേക്കും പേരുമല ജംഗ്ഷനിലേക്കും വന്നു. ഞങ്ങൾ തിരിച്ച് പേരുമല എത്തി. പേരുമല എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പോലീസിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അയൽവാസികളിൽ നിന്നെല്ലാം ഞങ്ങൾ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ റിപ്പോർട്ട് ലഭിക്കുന്നത്. ഞെട്ടിപ്പോയി. ഒരു 22 വയസ്സായ ഒരു പയ്യൻ എങ്ങനെ തൻ്റെ മാതാവിനെ ആക്രമിക്കാൻ കഴിഞ്ഞു? എങ്ങനെ തൻ്റെ മാറോട് ചേർന്ന് നിന്ന തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഉപദ്രവിക്കാൻ എങ്ങനെ കഴിഞ്ഞു? തന്നെ ജീവനതുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടി എങ്ങനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞു? തൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫിനെ, അതിലുപരി തൻ്റെ പിതാവിൻ്റെ ഉമ്മയെ ഞങ്ങൾ അന്തം വിട്ടുപോയി. അതെന്താണ് അതിൻ്റെ പിന്നിൽ എന്ന് ഉള്ളതിനെക്കുറിച്ച് അന്നേ ഞങ്ങൾ ഔദ്യോഗികമായി ഞങ്ങളെല്ലാവരും പറഞ്ഞു. ഞങ്ങൾ മീഡിയാസിനോട് ഞങ്ങൾ പറഞ്ഞു, നാട്ടുകാരോട് പറഞ്ഞു, പോലീസിനോട് പറഞ്ഞു. നല്ല ക്രിയാത്മകമായ ഒരു അന്വേഷണം ഞങ്ങളുടെ നാട്ടിൽ ഇത് അനിവാര്യമാണ്. ഒരിക്കൽ പോലും ഒരു കുട്ടിയുടെ മനസ്സിൽ, പുതിയ തലമുറയുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ക്രൂരമായ ചിന്താഗതികൾ, മോശമായ ചിന്താഗതികൾ വരാൻ പാടില്ല. അതിന് ലഹരിക്ക് പങ്കുണ്ടോ? മദ്യത്തിന് പങ്കുണ്ടോ? അത് വലിയ സാമൂഹിക വിഷയങ്ങൾക്ക് പങ്കുണ്ടോ? അത് സാമൂഹിക കാഴ്ചപ്പാടിന് പങ്കുണ്ടോ? അതെല്ലാം നമുക്ക് പുറത്തു വരേണ്ടിയിരിക്കുന്നു. അമിതമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോലീസാണ് അത് പറയേണ്ടത്, അധികാരികളാണ് അത് പറയേണ്ടത്. നമുക്കതറിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട് ആകെ തല കുനിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ നാടാകെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല. നമ്മുടെ നാട്ടിൽ വളരെ സമാധാനത്തോടെ കഴിഞ്ഞ നല്ല ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടെ പുല്ലമ്പാറ. എല്ലാവരും വളരെ സാധാരണക്കാരും കർഷകരും നല്ല മിടുക്കരായ കുട്ടികളും വിദ്യാസമ്പന്നരും വിദ്യാസമ്പന്നരല്ലാത്തവരും സമ്പന്നരൊന്നും അങ്ങനെയില്ല. കുറച്ച് 1-2 പേരൊക്കെ അതിസമ്പന്നരെന്ന അല്ലെങ്കിൽ സമ്പന്ന വിഭാഗത്തിലുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും പ്രവാസികളാണ്, സാധാരണക്കാരാണ്, ഓട്ടോ തൊഴിലാളികളാണ്. പിന്നെ അന്നോടന്ന് ജീവിതം ഉപാധികളെ ആശ്രയിക്കുന്ന ആളുകളാണ്. വീട്ടിൽ അന്നത്തിന് വേണ്ടി അന്നോടന്ന് ആശ്രയിക്കുന്ന ആളുകളാണ്. അവരെ നാട്ടിലേക്ക് ഒരു വല്ലാത്തൊരു സംഭവം ഇടുത്തി പോലെ വന്ന് വീഴുമ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടല്ലാണ്. ഈ നാട് വളരെ ഞെട്ടല്ലാണ് എന്നാണ് എനിക്ക് നിങ്ങളോട്, ഈ മീഡിയാസിനോട് ആമുഖമായി പറയാനുള്ളത്. ആർഭാട ജീവിതം എന്നുള്ള രീതിയിലുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ജീവിതക്രമങ്ങളിൽ ചിലപ്പോൾ അവരുടെ നിലവാരം ഉയർത്താനുള്ള ഓട്ടത്തിനിടയിൽ സാമ്പത്തികമായി ക്രൈസിസ് അവർക്ക് വന്നിരിക്കാം. മറ്റ് നാട്ടുകാർക്കുള്ളതുപോലെ നല്ല വീടും ഒരു സഞ്ചരിക്കാൻ വാഹനമൊക്കെ വേണമെന്ന് സ്വാഭാവികമായ ആഗ്രഹത്തിന് പുറത്ത് അവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ നെല്ല് കണ്ടിട്ടായിരിക്കണം നമ്മൾ പതിര് കടം വാങ്ങേണ്ടത് എന്നുള്ളൊരു ചൊല്ല് നിലനിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ വ്യാപ്തി ചിലവും കൂടിയിരിക്കാം. അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടുകാർക്ക് അമിതമായ ഒരു ആഡംബര ജീവിതവും ആർഭാട ജീവിതവും ഉള്ളതായിട്ടൊന്നും ഇതുവരെയും ഞങ്ങളുടെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല. പിന്നെ ലഹരി, ആ പയ്യനെ കുറിച്ച് വളരെ സ്വകാര്യ സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യരെന്നുള്ളതിൽ പ്രണയങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിനൊന്നും നമ്മളാരും എതിരൊന്നുമല്ല. പക്ഷേ ലഹരി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി പറയാനൊന്നും ഞാൻ ആളല്ല. നമ്മുടെ നാട്ടിലെ ലഹരി വ്യാപനം കൂടുന്നുണ്ട് എന്നെനിക്ക് പറയാൻ കഴിയും. നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നടക്കുന്നു. അത് ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ ക്യാമ്പസിൽ നിന്ന് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ലഹരി കുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഭയാനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ എങ്ങോട്ടാണ്, ചെറുപ്പക്കാർ എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വളരെ ആശങ്കയോടെ തന്നെയാണ് ഞാനും നോക്കിപ്പാണ്. സമൂലമായ ഒരു അന്വേഷണം എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പിന്നെ ഇതിന്റെ ഞാൻ വീക്ഷിക്കുന്നുണ്ട്, ഞാൻ വാർത്തകൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്, ഞാൻ പത്രങ്ങൾ വായിക്കുന്നുണ്ട്. ഇതിന്റെ സംഭവങ്ങളെ കുറിച്ച് ഒരു ക്ലിയർ കട്ട് അഭിപ്രായം അധികാരികളുടെ ഭാഗത്തു നിന്ന് വന്നാൽ മാത്രമേ അത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് ആധികാരികമായി ഞങ്ങൾക്കും അഭിപ്രായം പറയാനുള്ളൂ. ഞങ്ങൾക്ക് അതിൽ അഭിപ്രായം ഉണ്ട്. കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ച് വളരെ വ്യക്തവും വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു.